നമസ്കാരം. എസ് ഫോർ ശാസ്ത്രയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ജ്യോതിഷം ആണ് ടോപ്പിക്. ജ്യോതിഷം വേണോ വേണ്ടയോ എന്നുള്ളതെല്ലാം നമുക്ക് വിചാരധാരയിലൂടെ ഒഴുക്കാവുന്നതാണ്. പക്ഷേ സ്മൃതിവാക്യം എന്നുള്ളത് അപ്രദീപോ യഥാ രാത്രി അനാദിത്യ യഥാ നഭഃ തഥാ അസാംവത്സരോ രാജ ഭ്രമത്യന്ധ ഇവാധ്വനി എന്നാണ് ബൃഹത് സംഹിത വരാഹമിഹിര ആചാര്യൻ പറയുന്നത്. വിളക്കില്ലാത്ത രാത്രി എങ്ങനെ പ്രകാശിക്കുന്നില്ലയോ, സൂര്യനില്ലാത്ത ആകാശം എങ്ങനെ പ്രകാശിക്കുന്നില്ലയോ, അതുപോലെ ജ്യോതിഷി ഇല്ലാത്ത രാജാവ് അന്ധനായി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് രാജാവിന്, അല്ലെങ്കിൽ ഇക്കാലത്ത് പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് തീർച്ചയായും ഒരു ജ്യോതിഷ ഉപദേഷ്ടാവിൻ്റെ ആവശ്യമുണ്ട് എന്നാണ് വരാഹമിഹിര ആചാര്യൻ തൻ്റെ ബൃഹത് സംഹിതയിൽ പറയുന്നത്. അതായത് കാലാകാലങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുകയും അതാത് കാലത്ത് ചെയ്യേണ്ടത് അതാത് രീതിയിൽ ചെയ്യേണ്ടത്, അതാത് സമയങ്ങളിൽ ചെയ്യേണ്ടത്, അതാത് ദിവസങ്ങളിൽ ചെയ്യേണ്ടത് എന്നെല്ലാമുള്ള സാത്വിക ചിന്തനകൾ പറഞ്ഞു കൊടുക്കാൻ രാജാവിന് ഒരു ജ്യോതിഷി ആവശ്യമാണ് എന്നാണ് വരാഹമിഹിര ആചാര്യൻ ബൃഹത് സംഹിതയിലെ രണ്ടാമത്തെ ചാപ്റ്ററിൽ തന്നെ പറയുന്നത്. അതുകൊണ്ട് വെളിച്ചമില്ലാത്ത രാത്രി പോലെയും സൂര്യനില്ലാത്ത ആകാശം പോലെയും ആകരുത് രാജാവിന് തീർച്ചയായും തിരുവാര നക്ഷത്രങ്ങളുടെ അനുകൂല പ്രതികൂലതയെ പറയാൻ ഒരു ജ്യോതിഷി ഉണ്ടാവണം എന്നാണ് ആചാര്യ മതം. ഇതാണ് ഇന്നത്തെ സ്മൃതിവചനം.